അടിച്ചതിന് ശേഷം നമ്മളിതാണ്ട് ഇപ്പം തുറക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഓൾറെഡി ഇതാണ്ട് മുകളിൽ ആ വെണ്ണ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെണ്ണ എന്ന് പറയുന്നത് നമ്മൾ അടിയട്ടിയുള്ളൊരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്കി ആവട്ടെ അല്ലെങ്കിൽ ചീനച്ചട്ടി ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തിനകത്തേക്കായാലും അതിലേക്ക് ഇവനെ നമ്മളാണെങ്കിൽ മാറ്റണം, ഉരുക്കിയെടുക്കണം. ഇനി ഇങ്ങനെ ശുദ്ധമായ നെയ്യ് ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാമെന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കുറേയധികം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന നെയ്യാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നെയ്യ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, ഹോം മെയ്ഡ് പക്ക നാച്ചുറലായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇതേപോലത്തെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എടുത്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ശ്രീരാജ്. എല്ലാവർക്കും vblog4ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ പാലിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന വീടുകളിൽ നിന്ന് നേരിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന പാലാണ്. കാരണം വെച്ചാൽ പാക്കറ്റ് പാലിലാകുമ്പോഴത്തെ ഓൾറെഡി നെയ്യും കാര്യമൊക്കെ എടുത്തിട്ടാവുമല്ലോ അവർ തരിക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനുശേഷം ഈ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമ്മൾ പാലൊന്ന് തിളപ്പിക്കും. അപ്പോൾ തിളച്ച് തൂകാറായി വരുമല്ലോ, അതായത് പാത്രത്തിൽ പുറത്തേക്ക് പോകാറായ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങനെ ലോയിലേക്ക് മാറ്റും. അങ്ങനെ ലോയിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ പാലൊന്ന് വേവിച്ചെടുക്കും. ഈ ടൈമിൽ മുകളിൽ ഒരു പാട കെട്ടിയിട്ട് ഒരു യെല്ലോയിഷ് കളറിലേക്ക് നമ്മുടെ പാല് മാറും. ഈ സമയമാകുമ്പോൾ നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് ഇവനെ ആറാനായിട്ട് മാറ്റി വെക്കണം. ആറിയ പാല് നേരെ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മുടെ നെയ്യൊന്ന് മുകളിൽ കെട്ടിക്കിടക്കും. അപ്പം നമുക്കിത് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുക്കാമെങ്കിൽ ഈ നെയ്യെല്ലാം മുകളിൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആ നെയ്യ് മൊത്തം മുകളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മേളിൽ വന്ന ഈ നെയ്യെന്ന് പറയുന്നത് നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് മാറ്റും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ വളരെ കുറച്ച് നെയ്യ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ 4-5 ദിവസം നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണ് ഫൈനലായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരെ ഞാനിപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റുന്നു. എന്നിട്ട് എല്ലാ ദിവസവും ഇതേപോലെ എടുക്കുന്ന നെയ്യെന്ന് പറയുന്നത് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നെയ്യ് മാറ്റിയെടുത്ത പാലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പാലിൽ നിന്ന് പോകുന്നോട്ട് ആ നെയ്യ് നമ്മൾ മാറ്റിയെടുക്കുന്നു എന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആ നെയ്യ് നമ്മുടെ ബാക്കി ആവശ്യങ്ങൾക്കായിട്ടുള്ള നെയ്യാക്കി മാറ്റിയെടുക്കും. ഇപ്പോൾ ഇത് ഒരു ദിവസത്തെയാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ 4-5 ദിവസം എടുത്തതിന് ശേഷം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചേക്കാണ്. ഉച്ചയ്ക്ക് എടുത്ത് പുറത്ത് വെച്ചു. ഇത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ 4-5 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്നതും. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാലിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നമ്മൾ കട്ടി വിട്ട് ഇതുപോലെ നമുക്ക് തണുപ്പ് കംപ്ലീറ്റ് പോകും. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഈ തൈര് ആഡ് വെച്ചാൽ നമ്മളിത് പുളിപ്പിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന തൈരിച്ച് തോനെ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഇതിൽ നമ്മൾ വെണ്ണ മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബാക്കി വരുന്നത് പറഞ്ഞാൽ നമുക്ക് മോരായിട്ട് വീട്ടിൽ ഉപയോഗിക്കാം, സംഭാരമായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊരു തൈര് ആഡ് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ തൈര് ആഡ് ചെയ്തോ നോ പ്രോബ്ലം. ഇങ്ങനെ തൈര് ആഡ് ചെയ്ത ശേഷം ഇപ്പോൾ രാത്രിയിലാണ് ഞാനിപ്പോൾ തൈര് ആഡ് ചെയ്യുന്നത്. പകൽ വരെ നമ്മളിത് പുറത്ത് തന്നെ വെക്കുക. ഈ സാധനം പുറത്ത് തന്നെ വെക്കുക. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇവനെ എടുത്ത് നേരെ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത ദിവസം വൈകുന്നേരം നമ്മളിതാണ്ട് പുറത്തെടുത്തതിന് ശേഷം ഇവനെ നേരെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പണ്ട് ഈ തൈര് കടങ്ങിയെടുക്കത്തില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തടയുന്നതിന് പകരം നമ്മൾ നേരെ മിക്സിക്കകത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് സാധനം നേരെ മിക്സിയിലേക്ക് മാറ്റുക. ശേഷം അതിലേക്ക് നല്ല തണുത്ത വെള്ളം കുറച്ച് ആഡ് ചെയ്യണം. തണുപ്പ് തന്നെ ഒഴിക്കണം. കാരണം വെച്ചാൽ ഈ നെയ്യ് ആയിരുമ്പോൾ മുകളിലേക്ക് പൊന്തിക്കിടക്കും തണുത്ത വെള്ളത്തിലാകുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത ഉപയോഗിക്കുന്നത്. എന്നിട്ട് നേരെ നമുക്ക് മിക്സിയിലിട്ട് ഇനി അടിച്ചെടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ മിക്സിയിൽ 1, 2, 3 എന്ന് പറയുന്ന അതല്ല അടിക്കേണ്ടത്. നമ്മൾ പൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ മിക്സിക്കകത്ത്, അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും 1, 2, 3 എന്ന് പറയുന്നത് അതിനകത്ത് അടിക്കാൻ പാടില്ല. പൾസ് തന്നെ ചെയ്യണം. അടിച്ചതിന് ശേഷം നമ്മളിതാണ്ടിപ്പോൾ തുറക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഓൾറെഡി മുകളിൽ ആ വെണ്ണ വന്ന് അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മുകളിൽ ആ വെണ്ണ വന്ന് അടിഞ്ഞേക്കുന്നത്. ഇത് ശകലം കൂടി ഇനി വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ നല്ല രീതിയിൽ വെണ്ണ മുകളിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് കൈ കൊണ്ടോ ഇല കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ വാട്ടർ ടീസ് എന്തുകൊണ്ട് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ തണുത്ത വെള്ളമായതുകൊണ്ട് പൂർണ്ണമായിട്ട് മുകളിൽ തന്നെ നിൽക്കും. ഒരു കാരണവശാലും താഴേക്കോ ഒന്നും നമുക്കത് പോകത്തില്ല. അപ്പോൾ ഇവനെ നേരെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഉണ്ട് ഇത് കണ്ടേ നല്ല രീതിയിൽ അതിനകത്ത് വെണ്ണ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് നമുക്ക് ഒരു 7 ദിവസമായിട്ട് നമ്മൾ ചെയ്തെടുത്ത പാലിൽ നിന്നാണ് നമുക്ക് ഇത്രയും വെണ്ണ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ വെണ്ണയെ വീണ്ടും ഒരു 3-4 തവണ നമ്മൾ കഴുകണം. അതായത് ഇതിൻ്റെ ആ പുളിപ്പും കാര്യമൊക്കെ ഇതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-4 തവണ കഴുകണം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നാണ്ട് ഈ കാണുന്ന സംഭാരം എന്ന് പറയുന്നത്, ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് സംഭാരമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഉപയോഗിക്കാനൊക്കെ പറ്റും. നേരത്തെ പറഞ്ഞതിനോട് 3-4 തവണയായിട്ട് നമ്മൾ കഴുകുമ്പോൾ നമ്മൾ ഈ വെണ്ണ ഇരിക്കുന്ന പാത്രത്തിനകത്ത് കളർ കണ്ടില്ലേ, ആ ഒരു കളർ മാറി സാധാരണ ഈ കാണുന്ന വെള്ളത്തിൻ്റെ കളറിലേക്ക് മാറുന്നവരെ 3-4 തവണ നമ്മൾ കഴുകണം. ഈ ഓരോ തവണയും നമ്മളിത് എടുത്തിരുന്ന പാത്രത്തിലെ വെള്ളം എന്ന് പറയുന്നത് തണുത്ത വെള്ളം തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും തണുപ്പില്ലാത്ത വെള്ളമാകാൻ പാടില്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അതിന് നമ്മൾ വെണ്ണ പൊങ്ങിക്കിടക്കുകയും ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ അതിനകത്ത് ആ പുളിപ്പും കാര്യമൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യത്തുള്ളൂ. ഫൈനലി ഇതാണ്ട് അത്യാവശ്യം കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി 3-4 തവണ നമ്മൾ കഴുകിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെണ്ണ എന്ന് പറയുന്നത് നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്കി ആവട്ടെ അല്ലെങ്കിൽ ചീനച്ചട്ടി ആവട്ടെ വാട്ടർ ടീസ് എന്തിനകത്തേക്കായാലും അതിലേക്ക് ഇവനെ നമ്മളാണെങ്കിൽ മാറ്റണം, ഉരുക്കിയെടുക്കണം. ഇനി ചെയ്യാനൊന്നുമില്ല, ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ വെണ്ണ ഉരുകി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയൊരു തവി കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു യെല്ലോയിഷ് കളറിൽ നിന്നാണ് ഈ കാണുന്നൊരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഇവനെ ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ പൂർണ്ണമായിട്ട് ആറിയ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട, കാരണം നല്ല രീതിയിൽ പിന്നെ ഒന്നുകൂടെ ആറാൻ നിന്ന് കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും. ഇതിൽ കുറച്ച് എന്താ പറയുക പൊടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. സാധാരണ എല്ലാവരും അരിപ്പയാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ തുണി, അതായത് നല്ല ഒരു തുണി നമ്മളെടുത്തിട്ട് അതിനകത്താണ് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന ഗ്ലാസ് ജാറിലേക്കാണ് നമ്മുടെ നെയ്യ് മാറ്റുന്നത്. നല്ല രീതിയിൽ വാട്ടറിൻ്റെ കണ്ടന്റ് നമ്മൾ ഉണക്കിയെടുത്ത പാത്രമാണ്. അതിലേക്ക് നമ്മുടെ ഈ തുണി വെച്ച് കൊടുത്തിട്ട് ഈ തുണിയിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അത് പൊടിയുണ്ട്, കുറച്ച് ചെറിയ തരികൾ പോലത്തെ പൊടിയുണ്ടാവും. അപ്പോൾ അരിപ്പ് വെച്ച് അരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പൊടികളൊന്നും നമ്മുടെ തങ്ങി നിൽക്കത്തില്ല, നേരെ താഴേക്ക് പോകും. അതുകൊണ്ട് തുണിയിൽ എപ്പോഴും ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ അതിലേക്ക് ഇനി പകർന്ന് മാറ്റണം. അങ്ങനെ നമ്മൾ മൊത്തം പകർന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നോക്കാമെങ്കിൽ അറിയാം, മുകളിലുണ്ട് അത്രയും ഒരു ചെറിയ കരികരി പോലെ ഇരിക്കുന്നുണ്ട്, ചെറിയ പൊടിയുള്ള. ഇത് ഒരു കാരണവശാലും നമ്മുടെ അരിപ്പ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിലേക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് ബാക്കിയോടെ ഒന്ന് പിഴിഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധമായ നെയ്യ്, ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്യാണിത്. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. അപ്പോൾ അതെ നമ്മൾ ചെയ്തെടുത്ത്, ആക്ച്വലി ഷൂട്ടിംഗ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന രാത്രിയിലാണ്. ഒരു 7 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തത് ആ നെയ്യാണ് നമ്മൾ ഈ കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു, അതിനുശേഷം നമ്മൾ പുറത്തെടുത്തതാണ്, വെയിലത്ത് വെച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നമ്മൾ ഇൻട്രോയിൽ കണ്ടതിൻ്റെ കൂടെ കുറേ നാളുകൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത നെയ്യാണിത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ചെയ്ത് തീർത്ത നെയ്യുമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള നമുക്ക് നാച്ചുറലായിട്ടുള്ള നെയ്യ് കിട്ടുമെങ്കിൽ അത് തന്നെയല്ലേ ശരീരത്തിന് നല്ലത്. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം